Induja and Vaishak again. Welcome back. Thank you. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? വളയെപ്പറ്റി തവിലെ തവിലെ. ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ് സ്റ്റേജിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് അത് തെരഞ്ഞെടുത്തത് ഇന്ദുജ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏട്ടനാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായ പാട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നന്നായി പാടൂ. റോക്ക് ദ സ്റ്റേജ്. നീനാദസ്വരം പോലെ വന്ന നീനാദസ്വരം പോലെ വന്ന ലാവിൻ കമലം നാന നീ ഏഴസ്വരം പോലെ വന്ന എട്ടാസ്വരം നാന എട്ടാസ്വരം നാന വളയപ്പറ്റി തവിലെ തവിലെ ചുകൾ ബന്തി വെക്കും അവളെ അവളെ അടിശുരുക്കി പോട്ട മയിലെ മയിലെ മായ കിരിയേ മായ കിരിയേ മായ കിരിയേ മായ കിരിയേ വളയപ്പറ്റി തവിലെ തവിലെ ചുകൾ ബന്തി വെക്കും അവളെ അവളെ അടിശുരുക്കി പോട്ട മയിലെ മയിലെ മായ കിരിയേ മായ കിരിയേ നീനാദസ്വരം പോലെ വന്ന സ്വരം പോലെ വന്ന ലാവിൻ കമലം നാന നീ ഏഴസ്വരം പോലെ വന്ന എട്ടസ്വരം നാന എട്ടസ്വരം നാന വളയപ്പറ്റി തവിലെ തവിലെ ചുകൾ ബന്തി വെക്കും അവളെ അവളെ അടിശുരുക്കി പോട്ട മയിലെ മയിലെ മായ കിരിയേ നീനാദസ്വരം പോലെ വന്ന നീനാദസ്വരം പോലെ വന്ന ലാവിൻ കമലം നാന നീ ഏഴസ്വരം പോലെ വന്ന എട്ടസ്വരം നാന എട്ടസ്വരം നീതാ కంటు కళ్యాణి నీ సిరిపో సింధు భైరవి உன் கண்கள் கண்டு கல்யாணி நீ சிரிப்போ சிந்து பைரவி நீ பார்க்கும் போது பாகேஷ் நீ கொஞ்சம் போது நீலாம்பரி நான் திருவையாறு கச்சேரி மதபமரே சரிம பதத நிலவனி நபமதபமரே గరిజ గమ ధనిజ నిరి సరి నిజద మద నిజ ధని మద గమ గరిజ గమ బగ మని ధనిజ పమ బ సనిజ గరి ధని దబ మద పమ గమ நான் திருவையாறு கச்சேரி நீடாளம் பாடு புத்தேரி பல ராகங்கள் சொல்வேன் பின்னாடி கண்ணூருக்கு பாணி பச்சேரி വളയപ്പറ്റി തവിലെ തവിലെ ചുകൾ ബന്തി വെക്കും അവളെ അവളെ അടിശുരുക്കി പോട്ട മയിലെ മയിലെ മായ കിരിയേ நீ பார்க்கும் போது பத்துக்கார சொந்த ஊரே சிவகாசியா பேசும் போது ஜில்லிக்கட்டு உங்க ஊரு சிறுபூச்சியா நீ நெருக்கும் போது கரண்டேறிதே உங்க ஊரு கல்பாக்கம்மா நேரம் எல்லாம் முறுக்கருத ஏண்டி நீயும் மனப்பாறையா நீ கை கால் முளைச்ச மத்தளமா உன்னை வாசிக்க பின்னால் சுத்தலமா நீ ஹார்மோனிய கட்டையமா நீ ஹோமோ செய்யா கட்டையமா
എന്നെ മൈനർ പോലെ വാസിയടാ വളയപ്പട്ടി തവിലെ തവിലെ ചുകൾ ബന്ദി വെക്കും അവളെ അവളെ അടിച്ചിരിക്കി പോട്ട മയിലേ മയിലേ മായ തിരിയേ മായ തിരിയേ മായ തിരിയേ മായ തിരിയേ വളയപ്പട്ടി തവിലെ തവിലെ ചുകൾ ബന്ദി വെക്കും അവളെ അവളെ അടിച്ചിരിക്കി പോട്ട മയിലേ മയിലേ മായ തിരിയേ മായ തിരിയേ മായ തിരിയേ മായ തിരിയേ മായ തിരിയേ മായ തിരിയേ. Vinduja and Vaishak, what an electrifying performance. Super ആയിരുന്നു. എന്ത് ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് ചെയ്ത വിന്ദുജ ഇതുവരെ ഡാൻസ് ചെയ്യാൻ നമ്മൾ ആരും കണ്ടിട്ടില്ല. അല്ല നല്ല പട്ടുപാടൊക്കെ കൊടുത്തു വന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഇവിടെ നിന്ന് പാടുന്ന കണ്ടിട്ടുള്ളൂ അനങ്ങാതെ. സുചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈശാഖിനെ പറയേണ്ട കഴിഞ്ഞ വൈശാഖ് ശരിക്കും എൻജോയിങ് യുവർ മ്യൂസിക് നൗ. ഗ്രേറ്റ്. ഇട്ടുവരുന്ന സാരമല്ല, ഭയങ്കര രസമായിരുന്നു വൈശാഖ്. വിന്ദുജ, സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ, വെരി ഡിഫിക്കൾട്ട് ടു സിങ്. ഭയങ്കര പ്രയാസമാണ് ഈ താളത്തിൽ സംഗതികളും എല്ലാം കൂടെ വരാൻ. ബട്ട് യു മാനേജ്ഡ് സോ വെൽ. ആ സംഗതി അവസാനം വരെയും വരണം, കാരണം അത് കണക്ഷൻ എന്നാലേ കിട്ടുള്ളൂ. പക്ഷെ ശ്വാസം കിട്ടില്ല. അപ്പൊ ഏത് നമ്മുടെ ചോയ്സ് ആണ്, സംഗതി വരണോ ശ്വാസം വേണോ എന്നുള്ളത്. അപ്പൊ എവിടെയെങ്കിലും എടുക്കണ്ടേ, അത് വേറെ എവിടെയെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? നീനാദസ്വരം പോലെ ഒന്ന് പാടി നോക്കുമ്പോ. നീനാദസ്വരം പോലെ വന്നാ പിന്നെ കിട്ടില്ല, നീ കിട്ടില്ല അല്ലേ? ഓക്കെ, ഡിഫിക്കൽട്ടാണ്. ഐ അഗ്രി. അസലേ പാടി മോളെ, എസ്പെഷ്യലി ആ സ്വരം പോർഷൻസ് ഒക്കെ ഉഗ്രനായിരുന്നു അല്ലേ? കൽക്കി പാടി. ശരത് സർ. ബിന്ദുജ നന്നായിരുന്നു ബിന്ദുജ. പിന്നെ ഈ സംഗതികൾക്കൊക്കെ കുറച്ചും കൂടെ നാസരത്തിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം നമ്മളിപ്പോൾ പാടുമ്പോഴും. വൃത്തിയായിട്ട് പാടുമോ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട്? നാദസ്വരം പോലെ വന്നാ അടുത്തത് നീനാദസ്വരം പോലെ വന്നാ ഇവ കുഴപ്പമില്ല. അടുത്തത് നീയുടെ സ്വരം പോലെ വന്നാ ഈടെ സ്വരം പോലെ വന്നാ എട്ട സ്വരം നാനാ. ശരി, അത് കറക്റ്റ് ചെയ്തോളാം കേട്ടോ എന്താണെങ്കിലും. പിന്നെ പിന്നെ ആ സംഗതിയിൽ ഒരു സ്ലിപ്പ് വന്നിട്ടുള്ള റിപ്പീറ്റിൽ ഒരു ലൂപ്പ് സംഗതിയിൽ അത് കുഴപ്പമില്ല. പിന്നെ വൈശാഖ് നന്നായിരുന്നു. വൈശാഖ് ക്ഷീണിച്ചോ വൈശാഖ്? ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ. വൈശാഖ് അതാണ് അഴിച്ചു വിട്ടിരിക്കില്ല ഇപ്പോൾ ഇനി. വൈശാഖിന് വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് സിംഗിങ്. ഡോണ്ട് വറി, ഐ നോ. നമ്മൾ പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ചെയ്യുന്നതെന്ന്. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലല്ലേ പിന്നെ നമ്മളവിടെ പാടിയിട്ട് കാര്യമില്ല. നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പാട്ട് തന്നെ എടുത്തിട്ട് കാര്യമില്ല, പാട്ട് എന്നുള്ള പ്രൊഫഷൻ തന്നെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഐ നോ വൈശാഖ്, യു നോ വാട്ട്, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബട്ട് you enjoyed your performance in spite of it. Oh, that is great. You did that very good. It was a very, very entertaining performance. Dance was unbelievable. ഞാനാണ് പറയുന്നത്. And singing was, ഈ പാട്ടൊക്കെ ഒരു ഈ സംഗതി എക്സാക്ട് സംഗതി പാടാനായിട്ട് ഈവൻ ഒറിജിനൽ റെക്കോർഡിംഗ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടേക്ക് ഓക്കെ ആക്കി അങ്ങ് വിടുകയാണ്. സോ ഇറ്റ് ഈസ് ഓവറോൾ ദ ഫീൽ ഓഫ് ദ സോങ് ദറ്റ് കൗണ്ട്സ്. മേ ബി ഇപ്പോൾ റഹ്മാൻ സാറിൻ്റെ അടുത്ത് നമ്മൾ പാടുമ്പോൾ പുള്ളി പറയുന്ന സാധനം നമ്മൾ പാടിയില്ലെങ്കിൽ നമ്മളൊരു സാധനം പാടുമ്പോൾ ചിലപ്പോൾ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യും. വൈ നോട്ട് ദിസ് എന്നുള്ളത് ഇങ്ങനെ പോവും. അങ്ങനെ വന്ന കുറേ സംഗതികൾ ഈ പാട്ടിലുണ്ട്. ക്ലീൻ ആയിട്ട് കേട്ടാൽ ഫൈനൽ പ്രോഡക്റ്റ് കേട്ടാൽ അറിയാം നമുക്ക്. യു ആക്ച്വലി വെന്റ് ഇൻ ടു ദ സോങ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു ശ്രീനി സർ. മാർക്സ് വെക്കാം വിന്ദുജ. ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു. സുജാ ചേച്ചി. 28 on 30. താങ്ക് യു ചേച്ചി. ശ്രീനി സർ.
Mistakes were there, but that's okay. 27.5 on 30. Thank you, sir. Sharat sir. ഞാൻ എത്ര എഴുതണം? ഞാൻ ഈ മാർക്ക് അങ്ങനല്ല, അഭിജിത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ മാർക്ക്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. $28 on 30. Thank you, Sharat sir. 83.5 on 90. ഇനി 10 എത്രയാണെന്ന് നോക്കാം. മാർക്സ് 8 on 10 and your total overall is 91.5 on 100. ശരത് സാറിനെയും ശ്രീനി സാറിനെയും സുജാ ചേച്ചി എല്ലാരെയും ഡാൻസ് കളിപ്പിക്കാൻ ഒരു ശ്രമം നടന്നു അല്ലേ? വിജയിച്ചോ? അതിൽ സാരമില്ല, നമുക്ക് ഇനി അവസരങ്ങൾ വരുമല്ലോ. നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ശ്രീനി സാർ ഇസ് എ ഗുഡ് സ്പോർട്ട്. ഭയങ്കര സ്പോർട്ടീവാണ് സർ. ശിഷ്യനല്ല ഇയാള്. ആണോ? പിന്നല്ലാണ്ട് അത് ശരി. ചെന്നൈയിലെ ഒന്ന് പഠിച്ചായിരുന്നു. അല്ല, ഞങ്ങൾ തമ്മിലുള്ള തർക്കപ്പത്തിലുണ്ട്. തർക്കം തീർന്നു. ആരായിരുന്നു? പക്ഷെ ശരത് സാറും കളിച്ചു. അങ്ങനല്ല, ഇതൊരു അടിയായി മാറുമോ? നിക്കടെ, ഞാൻ കളിക്കാന്ന് പറഞ്ഞു വന്ന് കളിപ്പിച്ചു കേട്ടോ. പക്ഷെ എന്നെ പറ്റി ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട്. അഭിജിത്തിന് ഒന്ന് പറ, എങ്ങനെയായിരുന്നു എന്റെ പെർഫോമൻസ്? അഭിജിത്തെ പറഞ്ഞു. അല്ല സാറ് വിരല് കൊണ്ടല്ലേ ഡാൻസ്? എനിക്കത് കുറെ ഇഷ്ടമായി അഭിജിത്തെ. ഞാൻ വരാം, സ്കൂളിൽ ചേരാൻ കേട്ടോ. അഭിജിത്ത് എന്നെ പഠിപ്പിച്ചു. വേറെ എന്താണ്? പോയി പണി നോക്കാൻ. എന്താണ് എന്തായാലും കാർത്തിക്കിനെ കൊടുക്കുക. കാർത്തിക് ഈ ഇടയായിട്ട് സത്യം പറയുന്നു. എന്താ പറയുക കാർത്തിക്? വേറെ എന്താണ് പറഞ്ഞത്? സാറ് ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ട് കയറിയില്ലേ, അഭിജിത്ത് എന്റെ തോളി കേട്ട് പറയാം, കണ്ട സാറ് വിരലോട്ടോ ഡാൻസ് കളിക്കും, എന്നിട്ടാ ഞാൻ ഡാൻസ് കളിക്കുമ്പോ കളിയാക്കുന്നു. എനിക്കത് കുറെ ഇഷ്ടമായി അത് കൊള്ളാം. അയ്യോ, അങ്ങനെ ഇനി റൗണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യം മറന്നല്ലേ? അമ്പാടി ആകെ സ്നേഹം ഉണ്ടായിരുന്ന അമ്പാടിയായിരുന്നു. അമ്പാടി എന്നെ എടുത്തു എന്ന് തോന്നുന്നു അവിടെ സ്റ്റേജിൽ കിട്ടിയപ്പോ. അല്ല, അമ്പാടി ബാക്കിൽ നിന്ന് രണ്ടുപേരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണ്ടായിരുന്നു. അത് ഭയങ്കര അതല്ല ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാം കഴിഞ്ഞിട്ട് ഈ ഡാൻസിലൊക്കെ അവസാനം ഒരു ബാക്കപ്പ് പറയുമ്പോ ഒന്ന് ഈ മാസ്റ്ററിന്റെ കാലത്തിട്ട് തൊടും. അപ്പൊ ഞങ്ങളുടെ രണ്ടു കാലേ വീണു. എന്തിനായിരുന്നു വികാരഭരിതനായിട്ട് വീണതാണോ? അല്ല, ഡാൻസ് കണ്ടിട്ട് എന്തായിരുന്നു സംഭവിച്ചത്? ഞാനും കണ്ടത് സാർ. സാർ ഇത് തമിഴ്നാട്ടിലെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ. അല്ല, ഞാൻ ശരത് സാർ ഇങ്ങനെ കളിക്കണ കണ്ടിട്ടില്ല. ഞാനെന്ത് കളിച്ചു? എന്നെ പൊക്കി എടുത്തോണ്ടിട്ട് ആട്ടമായിരുന്നു. അതായിരുന്നു സംഭവിച്ചത്. അമ്പാടി എന്നെ കോരി എടുത്തോണ്ടായിരുന്നു പോയത്. ഞാനതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ഇവിടെ പല നമ്പരും പ്രയോഗിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. വിഷ്ണു എന്നെ കാലുമാരി. വിഷ്ണു ശ്രുതിയും കൂടെ പോട്ടെ, എന്തൊക്കെയാലും കൊള്ളാം. അഭിജിത്ത് എനിക്കിഷ്ടമായി കേട്ടോ. നീ ഇങ്ങ് വാ. ഇപ്പൊ അല്ല, ഗോദായിൽ ഇറങ്ങുമല്ലോ, ഞാൻ കാണിച്ചു തരാം. മോനെ ചുമ്മാ പറഞ്ഞ കേട്ടോ. മോനെ എനിക്ക് ആകെ വർക്ക് ചെയ്യുന്ന അവയവം കൈയാണ്. അതുകൊണ്ടല്ലേ പറ്റത്തുള്ളൂ. ഞാനൊക്കെ ഡാൻസ് ചെയ്ത് എന്ത് ബോറായിരിക്കും. നിങ്ങൾ അതും കൂടെ ആലോചിക്കണ്ടേ? പക്ഷെ സാർ ഇവിടെ വന്നിട്ട് ലാലേട്ടനെ പോലെയൊക്കെയായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു. ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ഞാൻ, അതെനിക്കറിയാം. ഈ പാട്ടിന് റൊമാൻറ്റിക് ആവാൻ പറ്റിയ പാട്ടും. ചേച്ചിയുടെ ഡാൻസ് എനിക്ക് ഇഷ്ടമായി. ഈ ചേച്ചി എവിടെ ആയിരുന്നു? സുജാ ചേച്ചിയുടെ ഒരു സ്റ്റെപ്പ് ഇതായിരുന്നു. ഒളിഞ്ഞു നോക്കുന്നു. ശരി, അപ്പൊ എന്നെ കമന്റ്സിലേക്ക് വരും, ഞങ്ങളുടെ അടുത്ത് ചോദിക്കും. ശ്രുതി ഒരു നല്ല എന്താ പറയുക, നല്ലൊരു ഓളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, വിഷ്ണുവിന്റെ തുടക്കം അതിഗംഭീരമായിരുന്നു. ഗണപതിക്ക് തേങ്ങ ഉടച്ചത് കല്ലിലല്ല, ഗണപതിയുടെ പള്ളയ്ക്ക് തന്നെ ഒടിച്ചത് കേട്ടോ. അത് ഒന്ന് നോക്കിക്കോളുക കേട്ടോ വിഷ്ണു. പിന്നെ അത് കുഴപ്പമില്ല. ശ്രുതിക്ക് പിന്നെ സ്ലിപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരുന്നു. അത് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ മോളെ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റേഞ്ചും പിന്നെ തുറന്നടിച്ചിട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അല്ലെ ഇതിനേക്കാളും ഉഗ്ര സംഗതികളൊക്കെ മോൾ ഈസിയായിട്ട് പാടുന്നതല്ല. അതുകൊണ്ട് അതൊക്കെ കുഴപ്പമില്ല. അതെന്നാലും രക്ഷപ്പെടും. മോളെ ലോ പാടുമ്പോൾ കേൾക്കണില്ല കേട്ടോ ഒട്ടും. മോള് അടക്കം ഞാൻ വിചാരിച്ച വിഷ്ണുവിൻ്റെ അടുത്ത് വൃത്തിയായിട്ട് കളിക്കടാ പുല്ലേ എന്നൊക്കെ പറയാതിരിക്കുന്നു. പിന്നെ നോക്കുമ്പോഴാണ് പാട്ടാണ്, അങ്ങനെ ഡിഫറൻസ് വരുമോ. അപ്പോൾ മോള് കുറച്ച് മൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കായിരുന്നു
കേട്ടോ. അത് ഞാൻ പറഞ്ഞു മനസ്സിലായി. ചരണത്തിൻ്റെ സെക്കൻഡ് ഹാഫ് മോള് ലോ പാടുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല. പിന്നെ വിഷ്ണുവിൻ്റെ ലോറിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോറി കേട്ടോ. അത് പിന്നെ മൊത്തത്തിൽ രസമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അണ്ണാച്ചിയൊക്കെ ഇവിടെ നിന്ന് പൊക്കി, എന്നെയും പൊക്കി അവിടെ കൊണ്ട് നിർത്തി. അമ്പാടി ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ വയറ്റിലോട്ടൊക്കെ പിടിച്ച് കിക്കിളിയാക്കി. അപ്പോൾ അതിനൊക്കെ താങ്ക്സ്. കുട്ടികളെ വിചാരിച്ചാൽ ഞങ്ങൾ അവിടെ വരെ അനക്കിയെടുക്കാൻ പറ്റിയല്ലോ. ഒരു എക്സസൈസായി ഞങ്ങൾക്ക്. വാക്കിങ്ങോ ഇല്ല. അത് അവിടെ വരെ നടക്കാൻ പറ്റിയതിൽ സന്തോഷം. പക്ഷേ വിഷ്ണു സൂപ്പറായിരുന്നു കേട്ടോ. വിഷ്ണുവിൻ്റെ ആ ഒരു എന്താ പറയുക, തെന്നിയൊക്കെ പോയാലും മൊത്തത്തിൽ ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു. അത് വേണമല്ലോ, അതല്ലേ വേണ്ടത്. കാര്യം ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ്. നിങ്ങളിത് സ്റ്റേജിൽ ഒരു ഏതെങ്കിലും ഗാനങ്ങളൊക്കെ പാടുകയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹിക്കും. അപ്പോൾ അത് നമ്മളൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ പറയുന്നത് കേട്ടോ മോളെ, അത് ഒന്ന് സ്ലിപ്പാണ്ട് നോക്കണം. മോളെ ഒന്ന് പാടുമോ കൃത്യമായിട്ട് ആ പല്ലവി? கும்பிட போன தெய்வம் அட குறுக்க வந்ததம்மா, அட குறுக்க வந்த தெய்வம் ஏன் கூடையாடுதம்மா. பால ஊத்துடா பூல ஊத்துடா, வேண்டிக்கிட்டு வேண்டிக்கிட்டு சூட ஏத்துடா, வெட்டு ஒண்ணுடா துண்டு ரெண்டுடா, வெட்டி வச்ச தேங்காயில பூஜை பண்ணுடா. അമൈതി കേട്ടോ മോളെ, അത് ആദ്യത്തേതാണ്. അതെന്താണത്? ഇപ്പൊ താഴെ പാടുമ്പോഴും അതിനകത്തൊരു ജിങ്കിച്ചക്ക അതൊന്നും ശരിയായിക്കോളൂ കേട്ടോ മോളെ. അത് പാടി ശരിയായിക്കോളും. കുറേ സ്ട്രെയിൻ ചെയ്യണ്ട. ഇത് പാല ഊത്തിടാന്നൊരു 10 വട്ടം പാടിയാൽ പിന്നെ ഒരു 15 ദിവസം വീട്ടിൽ ചുമ്മാ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അധികം പാൽ ഊത്തണ്ട കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി ശ്രുതി ഹാസന ചെയ്തത് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എനിക്കങ്ങനാണ്. ഇല്ല, ശ്രുതി വിട്ടിട്ട് ഹാസം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹാസം എന്ന് പറഞ്ഞാൽ ചിരി എന്നൊരർത്ഥം. പ്ലീസ് ശ്രീനിവാസ് കമന്റ് சொல்லுங்க പ്ലീസ്. சொல்லட்டுமா? ശ്രുതി, ദ സ്പിരിറ്റ് ഓഫ് ദ സോങ് അസാധ്യമായിരുന്നു. ക്ലിയർ ആയിരുന്നു. ഡാൻസ്, ആറ്റിറ്റ്യൂഡ്, ഫീൽ എല്ലാം ഓക്കെ. ആ നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചില ആദ്യത്തെ, പിന്നെ ചില പോർഷൻസ് സിംഗിങ്ങും അസാധ്യമായിരുന്നു. സോ മിക്സ്ഡ് ബാഗ്. സിംഗിങ് ഓക്കെ, പെർഫോമൻസ് എക്സ്ട്രോർഡിനറി. അതാണ്, ദാറ്റ് ഇസ്. വിഷ്ണു ഒന്നും പറയണ്ടല്ലോ? ആ കുഴപ്പമില്ല. എൻ്റെ പേര് യുവർ ലൈക്ക് ഹിസ് മെയിൻറ്റെയിനിങ് മൈ നെയിം. നോ? ഹിപ്പുരി പാറുന്ന പ്രകടനം എന്നൊക്കെ പറയണ പോലെ. ശ്രുതി, ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തായിരുന്നു. എന്നാൽ വേറൊരു ലെവലിലേക്ക് മാർക്കും കിട്ടിയത്, വേറൊരു ലെവലിലേക്ക് ആ പെർഫോമൻസും പോയത്. കുറച്ച് ആ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യായിരുന്നു മാക്സിമം. ചരണങ്ങളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നല്ലതായിരുന്നു, ബട്ട് പല്ലവി കുറച്ച് ഔട്ട് ഓഫ് കയ്യിൽ നിന്നായിരുന്നു. ബട്ട് ഇൻ ടോട്ടൽ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പാട്ട് മെയിൻ പേർപ്പസ് എൻജോയ്മെന്റ് ആണ്. അത് ഒരുപാട് ഇൻ ലോഡ്സ് തന്നു നിങ്ങൾ. വിഷ്ണു, താങ്ക് യു അഗൈൻ. മുണ്ടെടുത്ത് മടിയിൽ പാൻറ് ഇട്ട് വന്നതിന് താങ്ക്സ്. ശ്രുതിക്കൊരു പേഴ്സണൽ ലോസ് അമ്മൂമ്മ വിട്ടുപിരിഞ്ഞിരിക്കുന്ന സമയത്തും വന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് ഇത്രയും എനർജറ്റിക് ആയിട്ട് പാടിയ അതിനാണ് ശ്രുതിക്ക് മാർക്ക് തരുന്നത്. മാർക്സ് അറിയാം ശ്രുതി. ഓക്കെ, സുജാ ചേച്ചി. I think I have to give her this. Thank you. 27 on 30. Thank you, Chechi. 27 on 30 again. Thank you, Srini sir. Sharat sir. ഞാനും ഇവരുടെ കൂടെ നിൽക്കണോ വേണ്ടേ എന്ന് മോള് പറയൂ ശ്രുതി. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഇഷ്ടമില്ലാതെ ഞാനിവിടെ വരുന്നത്. അപ്പം മോള് പറയാ ഞാൻ എന്ത് ചെയ്യണം, അവരുടെ കൂടെ നിൽക്കണോ അതോ ഞാൻ കൂടുതൽ കിട്ടുമെന്ന് മോള് പ്രതീക്ഷിക്കുന്നു? ആദ്യം അത് പറയും. നിന്നാ സന്തോഷം, നന്നാ നിൽക്കാം. ഇതാണോ നിൽക്കണേ? ഞാനിരിക്കില്ല.
ഇരിക്കുകയാണ്. എൻ്റെ കൂടെ ഞാൻ കുറയ്ക്കുന്നില്ല കേട്ടോ. മൊത്തത്തിലൊരു എന്താ പറയണ്ട ഒരു 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 27 on 30. Thank you, Sharat sir. 81 on 90. ഇനി നമുക്ക് 10 എത്ര മാർക്കാണ് നോക്കാം. $8.5 plus 0.5. 9 on 10. 90 on 100. അടുത്ത റൗണ്ടിൽ കാണാം. Okay. Till then, take care. God be with you. വിഷ്ണു, കഴിഞ്ഞോ നമ്മുടെ അംഗം? കഴിഞ്ഞു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാത്തിലും, റെക്കോർഡിങ്സിലും സ്റ്റേജ് പെർഫോമൻസസിലും നന്നായി വരട്ടെ. താങ്ക് യു ചേച്ചി. ഇവിടെ വന്ന് ഇത്രയും നമ്മളെ എന്റർടൈൻ ചെയ്തതിന് താങ്ക്സ് അഗൈൻ. ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ കൂടെയും എല്ലാം പരിചയപ്പെടാനും അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ നിൽക്കാനും പിന്നെ 3 കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഇവിടെ പാടി വളരെ സന്തോഷം. എല്ലാവർക്കും താങ്ക് യു. എനിക്കും ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട് വിഷ്ണുവിന്റെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറെ ഹെൽപ്പ് ചെയ്തു. വളരെ പോസിറ്റീവ്. കിട്ടാൻ വേണ്ടിയിട്ട് സത്യം, ഒരുപാടധികം പോസിറ്റിവിറ്റി ഉള്ള ഒരു സിംഗറാണ് വിഷ്ണു. മേ ഗോഡ് ബി വിത്ത് യു. എല്ലാ കാര്യങ്ങളും ദൈവം കൂടെ ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. വടകപട്ടി തവിലെ തവിലെ ചുകൾ വന്ദിവേ